ശരിക്കും ഈ ആസ്മ എന്നുള്ള കണ്ടീഷൻ എന്താണെന്ന് പറയാമോ? ആസ്മ എന്ന് പറയുമ്പോൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്, വേരിയബിൾ ഇൻ ഇന്റൻസിറ്റി. അതായത് ഈ എയർവേന്റെ ഒബ്സ്ട്രക്ഷൻ, പ്രോപ്പർ ആയിട്ട് ഓക്സിജന് പോകാൻ പറ്റുന്നില്ല. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഓക്സിജന് പോകാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ഇൻഫ്ലമേഷൻ. ആ എയർവേയിൽ ഇൻഫ്ലമേഷൻ ഉള്ളത് കാരണം. അപ്പൊ ആ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അലർജിക്കും ഉണ്ട്, നോൺ അലർജിക്കും ഉണ്ട്, ഇയോസിനോഫിലിക്കും ഉണ്ട്, ന്യൂട്രോഫിലിക്, 2 ടൈപ്പും ഉണ്ട്. അപ്പോൾ അത് എന്ത് ടൈപ്പ് ഓഫ് ആസ്മയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ആസ്മ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ടാബ്ലറ്റും ഇതങ്ങനെ എടുത്തു പോകുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് മെഡിസിൻ ഡോസസ് വെരി ഹൈ. അപ്പൊ നമ്മൾ ആസ്മ ഏത് ടൈപ്പ് ആണെന്നുള്ളതും എത്ര സിവിയർ ആണെന്നുള്ളതും മനസ്സിലാക്കിയിട്ട് അതിനെ പ്രോപ്പറായിട്ട് അതിന് ബ്രീത്തിങ് എക്സസൈസ്, ലങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അലർജിക്ക് ആണെങ്കിൽ അലർജീനെ ട്രീറ്റ് ചെയ്യുന്നത്, റെഗുലർ ആയിട്ട് ഈ ഒരു ചുമ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ലങ് ഫംഗ്ഷൻ ടെസ്റ്റിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് അതിന് എത്രയാണോ റിക്വയർഡ് ഇൻഹൈലേഴ്സ്, എങ്ങനെയാണോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്, എത്ര കുറഞ്ഞ മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ടാണോ പ്രോപ്പറായിട്ട് ട്രീറ്റ്, ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം ഇമ്പോർട്ടൻ്റ് ആണ് റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള വാക്സിൻസ്, വരാണ്ടിരിക്കാനുള്ള വാക്സിൻസ് എടുക്കുന്നത്.